നമസ്കാരം, BCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. വടക്കാഞ്ചേരി, ചേലക്കര മണ്ഡലങ്ങളിലെ UDF, NDA, SDPI സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വടക്കാഞ്ചേരിയിൽ UDF സ്ഥാനാർത്ഥി TN വൈശാഖും NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവും താലൂക്ക് ഓഫീസിലെത്തി പത്രിക നൽകിയപ്പോൾ ചേലക്കരയിലെ UDF സ്ഥാനാർത്ഥി ശിവൻ വീട്ടിക്കുന്നും SDPI സ്ഥാനാർത്ഥി വിനോദ് കുമാറും വടക്കാഞ്ചേരിയിലെത്തി പത്രിക സമർപ്പിച്ചു. മുന്നണി നേതാക്കളുടെയും നൂറുകണക്കിന് പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ നടന്ന പത്രികാ സമർപ്പണത്തോടെ മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം പുതിയ ഘട്ടത്തിലേക്ക് കടന്നു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ കാവാലംചിറ കുളത്തിൽ വലക്കെട്ടി നടത്തിയ മത്സ്യകൃഷി അവസാനിപ്പിച്ച് 7 ദിവസത്തിനുള്ളിൽ കുളം പൂർവ്വസ്ഥിതിയിലാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഉത്തരവിട്ടു. 1.5 കോടി രൂപ ചെലവഴിച്ച് നവീകരിച്ച കുളം സംരംഭക ഗ്രൂപ്പിന് പാട്ടത്തിന് നൽകിയതോടെ പ്രദേശവാസികൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടതിനെതിരെ നാട്ടുകാർ നൽകിയ പരാതിയിലാണ് നടപടി. നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ജില്ലാ അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയ ശേഷമാണ് കുളം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകാൻ ഉത്തരവിട്ടത്. എരുമപ്പെട്ടി കോട്ടപ്പുറം ചീനിക്കുന്നിലെ ജനവാസ മേഖലയിലുള്ള ഉപയോഗശൂന്യമായ കിണറ്റിൽ അകപ്പെട്ട 7 കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നു. കാടിനോട് ചേർന്നുള്ള പറമ്പിലെ കിണറ്റിൽ പന്നിക്കൂട്ടം കുടുങ്ങിയ വിവരം നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷിന്റെ നേതൃത്വത്തിൽ സർക്കാർ അംഗീകൃത ഷൂട്ടറെ സ്ഥലത്തെത്തിക്കുകയായിരുന്നു. പ്രദേശത്ത് കൃഷിനാശവും മനുഷ്യജീവന് ഭീഷണിയുമായി മാറിയ പന്നികളെ വകവരുത്തിയതോടെ വലിയൊരു ആശങ്കയ്ക്കാണ് താൽക്കാലിക പരിഹാരമായതെന്ന് നാട്ടുകാർ പറഞ്ഞു. പാചകവാതക ക്ഷാമം മൂലം ഹോട്ടലുകൾ പ്രതിസന്ധിയിലാകുമ്പോഴും തൃശൂർ അമ്മാടത്തെ ഗീത ഹോട്ടൽ തളരാതെ മുന്നോട്ടു പോകുന്നു. 1965-ൽ കൊച്ചുമോനും ശാരദയും ചേർന്ന് ആരംഭിച്ച ഈ ഹോട്ടലിൽ അന്നും ഇന്നും വിറകടുപ്പിലാണ് പാചകം നടക്കുന്നതെന്നത് ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഇവർക്ക് തുണയാകുന്നു. വിറകടുപ്പിലെ തനത് രുചി തേടി ദൂരദേശങ്ങളിൽ നിന്ന് പോലും നിരവധി പേരാണ് കൊച്ചുമോന്റെ മക്കളും ചെറുമക്കളും ചേർന്ന് നടത്തുന്ന ഈ ഹോട്ടലിലേക്ക് എത്തുന്നത്.